അസ്സലാമു ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് തനി നാടൻ രീതിയിലുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ ഈസ്റ്റ് ഇതൊന്നും ചേർക്കാതെ, അതേപോലെ മൈദ ഇതൊന്നും ചേർക്കാതെ തനി നാടൻ രീതിയിൽ പണ്ട് കാലത്ത് പഴമക്കാരുണ്ടാക്കുന്ന രീതിയിൽ ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇത് നോക്കാം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 കപ്പ് പച്ചരിയാണ്. അത് ഞാൻ ഒരു 6 മണിക്കൂർ നന്നായിട്ട് കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിട്ട് ഉണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശായിട്ട് നന്നായിട്ട് ചെറിയൊരു തരിയോടുകൂടെ പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ ആ 3 കപ്പ് അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരി പൊടിക്കുന്ന സമയത്ത് ഒരു 5-6 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർത്താലും മതി, നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് ചേർത്താലും മതി. എൻ്റെ അടുത്ത് പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി പൊടിക്കുന്ന സമയത്ത് തന്നെ ആ ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ വേണ്ടത് 1.5 കപ്പ് അവിലാണ്, വെള്ളവിലാണ് ഞാൻ എടുത്തേക്കണത്. 1.5 കപ്പ് അവിലെടുത്തുക. എന്നിട്ട് അതൊരു കഴുകിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു 8 ചെറുപഴം എടുത്തിട്ടുണ്ട്, പാളയം കുടമ്പഴം. എന്നിട്ട് ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം വേണമെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചേക്കണ അവിലും ഇതോടൊപ്പം ചേർത്ത് അടിച്ചെടുക്കാം. പക്ഷേ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് പഴം അടിച്ചതും പിന്നെ ശർക്കരയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അവിലും ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ മിക്സിങ് നന്നായിട്ട് ആയെങ്കിൽ മാത്രമേ ആ ഉണ്ണിയപ്പം നല്ലതായിട്ട് നല്ല മയമുള്ള ഉണ്ണിയപ്പമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കണത് 1/2 കിലോ ശർക്കരയാണ് ഉരുക്കിയെടുത്തേക്കണത്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം. ഞാൻ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവനായിട്ട് ചേർത്തില്ല, ഒരു 400 ഗ്രാമോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ശർക്കര, ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കിയതിൽ നിന്ന് ഇത്രയും ശർക്കര ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചെറുതായിട്ട് നുറുക്കി അത് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ മിസ്സായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ തേങ്ങ വറുത്തെടുക്കണ പോലെ തന്നെ പായസത്തിനൊക്കെ വറക്കൂല, അതേപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണിത്. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് അടച്ചു മൂടി ഒരു 8 മണിക്കൂർ, എന്തായാലും ഒരു ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലോ മാവ് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. എന്നാലേ നല്ല ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ചുരുങ്ങിയത് എന്തായാലും ഒരു 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ശർക്കര നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം കുറവാണെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല മധുരമുള്ളതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ 3 കപ്പ് അരിക്ക് ഒരു 1/2 കിലോ ശർക്കരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം മാവൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഒരു ചെറിയ കുമ്പളകളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്.
ഇപ്പം ഞാൻ സ്റ്റവിൽ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പകുതി വെളിച്ചെണ്ണ പകുതി നെയ്യോ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. എന്നിട്ട് അതിലേക്ക് ഓരോ ടേബിൾ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ആവണം. നമ്മൾക്ക് ഈ അടിവശം ഒന്നും കൂടെ വെന്തതിന് ശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടെ ആവേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മാവിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറേ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ മതി. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയപ്പം വെളിച്ചെണ്ണ കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതിയാകും. പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം എല്ലാവരും. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് നല്ല ആരുകളൊക്കെ വന്നിട്ടുള്ള ടൈപ്പുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.